وأصحابه الفائزين برضا الله. أما بعد. സർവാദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, മറ്റ് പ്രമുഖ വ്യക്തികളെ, പ്രസ്ഥാന നേതാക്കളെ, സഹോദരന്മാരെ, നിങ്ങൾ കേട്ടതുപോലെ നമ്മൾ അറിഞ്ഞതുപോലെ മഹത്തായ ഒരു സ്മരണയിലാണ് നാം ഉള്ളത്. ഈ സമയത്ത് പ്രസംഗിക്കണം അല്ലെങ്കിൽ ദീർഘമായൊരു സംസാരം നടത്തണം എന്നുദ്ദേശിച്ചുകൊണ്ടും ഒന്നുമല്ല ആരും ഇവിടെ വരുന്നത്. ഈ മഹത്തായ പരിപാടിയിൽ എൻ്റേതായൊരു പങ്ക് വഹിക്കണമെന്നും ഈ പരിപാടിയിൽ കൂടണം, ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ആ പൊരുത്തം കരസ്ഥമാക്കണം എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അല്ലാഹു തആല നമുക്കൊക്കെ ആ മഹാനുഭാവൻ്റെ പൊരുത്തവും അദ്ദേഹത്തിൻ്റെ വഴിയിൽ ദീൻ ഇസ്ലാമിൻ്റെ പ്രവർത്തനത്തിൽ മുന്നേറാനും പടച്ച റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവരെ പറ്റി പറയുമ്പോൾ കുറേ നേതാക്കന്മാരെയും പല പ്രസിഡന്റുമാരെയും പലവരെയും നമുക്കറിയാം കഴിഞ്ഞു പോയ. എന്നാൽ സത്യത്തിൻ്റെ മുമ്പിൽ ഞാൻ ഒറ്റക്കാണെങ്കിലും ഞാൻ ഉണ്ടാകുമെന്ന ധൈര്യം നൽകിക്കൊണ്ട് പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെ കൈപിടിച്ചുയർത്തിയ ബഹുമാനപ്പെട്ടവർ, അതേപോലെ തന്നെ സാധാരണയിൽ സാദാത്തുക്കളും തങ്ങന്മാരും ഇവരൊക്കെ അറിവുകൾ, ഇൽമ്, ഉലൂമ് കൂടുതൽ നേടിയിട്ടില്ലെങ്കിലും അവർ ഉന്നത പദവിയിൽ അവർക്കുള്ള ബഹുമാനം കൊണ്ട് വിരാജിക്കുന്നവരാണ്. എന്നാൽ ബഹുമാനപ്പെട്ട തങ്ങൾ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ടവർ, ഉപ്പാപ്പ നമ്മൾക്കൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചത് നമ്മൾ മൊയ്ലിയാരോത്ത് ഓതിയവരാണ്. തങ്ങളോത്തല്ല, മൊയ്ലിയാരോത്ത് എന്ന് വെച്ചാൽ വളരെ ഇരുത്തം വന്ന പക്വതയാർന്ന മാതൃകാപരമായ നിലക്കുള്ള നല്ല ഒരു മുദരിസായിക്കൊണ്ട് അവസാന ഘട്ടം വരെ ഇങ്ങനെയുള്ള ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ സയ്യിദ് എന്തുകൊണ്ടും നമുക്ക് മാതൃകയാണ്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ പൊരുത്തം, അവിടുത്തെ ആ മാതൃകയിൽ മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം. അള്ളാഹു നമുക്കൊക്കെ പടച്ച റബ്ബ് അവൻ്റെ തൃപ്തിയിലായി അവൻ്റെ പൊരുത്തത്തിലായി പ്രവർത്തിക്കാനും ജീവിക്കാനും അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. ഇവിടെയുള്ള സ്ഥാപനം അതുപോലത്തെ മറ്റു കാര്യങ്ങളൊക്കെ നല്ല ബറക്കത്തിൽ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക്, അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് ഉയർത്തി നല്ല ഒരു വിശിഷ്ടമായ അല്ലെങ്കിൽ മനോഹരമായ മാതൃകാപരമായ സ്ഥാപനങ്ങളാക്കി അതോടുകൂടി ബഹുമാനപ്പെട്ടവരുടെ പൊരുത്തം എപ്പോഴും കരസ്ഥമാക്കാൻ ഉതകുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ പടച്ച റബ്ബ് തുണക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും. കർണാടകയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യം